ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തട്ടിക്കൂട്ട് കപ്പ ബിരിയാണിയാണ് കേട്ടോ, അല്ലെങ്കിൽ എല്ലും കപ്പ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മരിച്ചീനിയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ആണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം എന്താ കപ്പയൊക്കെ ഒന്ന് വേവട്ടെ. ആ ടൈമിൽ ഞാൻ കുക്കറിലേക്ക് എല്ലും മസാല എല്ലാം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതുപോലെ സവാള എല്ലാം ചേർത്ത് ഞാൻ എല്ലൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താ നമ്മുടെ മരിച്ചിനിയൊക്കെ വെന്തതിനകത്തിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്ത് ഇനി ഇതാ വേവിച്ച് വെച്ചേക്കുന്ന ഈ എല്ലും ഉണ്ടല്ലോ, എല്ല് കറി ഇതേ രീതിയിലാണ് ഞാൻ വെച്ചത്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്ന എല്ലൊക്കെ. അപ്പോൾ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്താ ഒരു മണമെന്നറിയാമോ ഈ ഒരു സമയം. നല്ല അടിപൊളി മണമാണ്. ബീഫായിരുന്നു, ബീഫിൻ്റെ കുറച്ച് എല്ലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ എടുത്തുന്ന ഒരു ദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വരുത്തിയതാണ് കേട്ടോ. ചെറിയ രീതിയിൽ, ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാനൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു. ചൂടോടൊന്ന് തിന്നാൻ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ. അപ്പം എന്താ ഞാനത് എല്ലാം ഒന്ന് റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിനകത്തിലേക്ക് ഒരു താളിപ്പും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മരിച്ചിനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതേ. അപ്പം നമ്മുടെ താളിപ്പെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കപ്പയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചൂടോടെ തന്നെ ഈ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ കപ്പയും ആ എല്ലും ഇറച്ചിയും പിന്നെ നമ്മളിട്ട് കൊടുത്ത ഒരു അരപ്പെല്ലാം ഇതിലൊന്ന് യോജിച്ച് വരണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താ ഒരു രുചി എന്നറിയാമോ ഈ ഒരു രീതിയിൽ കപ്പ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പം പിന്നെ എരിവൊന്നും അധികമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കളർ തോന്നിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാകും. അപ്പം ഞാൻ എൻ്റെതായ ചെറിയ രീതിയിൽ ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി, അതായത് എല്ലും കപ്പയൊക്കെ റെഡിയായി. നല്ല ചൂടോടുകൂടി നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം ഞങ്ങൾ രാത്രിയിലേക്കാണ് ഇതുണ്ടാക്കിയത് കേട്ടോ. ചൂടോടുകൂടി തന്നെ ഞങ്ങൾ വിളമ്പുകയാണ്. എല്ലാവർക്കും, മക്കൾക്കും ഇക്കാക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.